ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ ചൂടുയരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ പതിഞ്ഞു നിൽക്കുന്ന ഒരു നഗരമുണ്ട്. അത് വെറും ഒരു നഗരമല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമാണ്. ഇസ്ഫഹാൻ. ചരിത്രത്തിന്റെ ആഴങ്ങളിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയരങ്ങളിലും ഒരേപോലെ ഉറച്ചു നിൽക്കുന്ന ഈ നഗരം ഇന്നത്തെ സംഘർഷത്തിൽ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിരോധ മനോഭാവത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമായി മാറിയിരിക്കുകയാണ്. നിരന്തരമായ സമ്മർദ്ദങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും ഇസ്ഫഹാൻ തലകുനിയാത്ത ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാം നിലനിൽക്കുമെന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. സൈനികവും ശാസ്ത്രീയവുമായ പ്രാധാന്യം മാത്രമല്ല, ഒരു സിവിലൈസേഷന്റെ അഭിമാനവും ആത്മാവും ചേർന്നതാണ് ഇസ്ഫഹാൻ. അതിന്റെ ആഴത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങളും സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളും പുറംലോകം കാണുന്ന ഒരു സൗകര്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് കടന്നുപോകുന്ന ഒരു ദൂരദർശിത്വത്തിന്റെ ഫലമാണ്. ശക്തമായ വ്യോമാക്രമണങ്ങൾ പോലും തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കേന്ദ്രം ഇറാൻ വരും പ്രതികരിക്കുന്ന രാജ്യമല്ല, മറിച്ച് മുൻകൂട്ടി ചിന്തിച്ച് ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് എന്നതിന്റെ തെളിവായി നിലകൊള്ളുകയാണ്. ഇസ്ഫഹാൻ ഇന്ന് ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് അതൊരു സന്ദേശമാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യത്തിന്റെ സന്ദേശം, സാങ്കേതികമായി മുന്നേറുകയും തന്ത്രപരമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ സന്ദേശം. ലോകശക്തികൾ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഇസ്ഫഹാൻ അതിന് മറുപടിയായി നൽകുന്നത് ഒരു സത്യമാണ്. യഥാർത്ഥ ശക്തി നിലനിൽക്കാനുള്ള ധൈര്യത്തിലാണ്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഭൂമിശാസ്ത്രപരമായ സംരക്ഷണം തന്നെയാണ്. വളരെ ഉയർന്ന പാറക്കെട്ടുകൾക്കും മലനിരകൾക്കും കീഴിലാണ് ഈ സൗകര്യം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. ഫോർഡോ, നദാൻസ് പോലുള്ള കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയപ്പോൾ ഇസ്ഫഹാന്റെ കാര്യത്തിൽ അത്ര എളുപ്പമല്ലാത്ത ഒരു വെല്ലുവിളിയാണ് അവർ നേരിട്ടത്. GBU-57 പോലുള്ള ശക്തമായ ബോംബുകൾക്ക് ആഴത്തിൽ തുളച്ചു കയറാൻ കഴിവുണ്ടെങ്കിലും ഇസ്ഫഹാനിലെ സങ്കീർണമായ തുരങ്ക ശൃംഖലയെ പൂർണ്ണമായി തകർക്കുക എന്നത് വളരെ പ്രയാസമാണ്. ഇതോടൊപ്പം ഇസ്ഫഹാനിലെ സൗകര്യങ്ങളുടെ രൂപകൽപ്പന തന്നെ അതിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നു. ആഴത്തിലുള്ള തുരങ്കങ്ങൾ, പല തട്ടുകളിലായി വ്യാപിച്ചിരിക്കുന്ന സംഭരണ കേന്ദ്രങ്ങൾ, കൂടാതെ നിരവധി പ്രവേശന പുറത്തിറക്കൽ തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിന്റെ അർത്ഥം ഒരു ഭാഗം ആക്രമിക്കപ്പെട്ടാലും മുഴുവൻ സംവിധാനവും പ്രവർത്തനരഹിതമാകില്ല എന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള റെഡൻഡൻസി സംവിധാനങ്ങൾ, അതായത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും പരാജയം തടയുന്നതിനും തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും ഒരു സിസ്റ്റത്തിനുള്ളിലെ നിർണായക ഘടകങ്ങൾ, ഡാറ്റ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എന്നിവയുടെ തനിപ്പകർപ്പ് എന്നിവ ഇറാന്റെ ആണവ പരിപാടി ദീർഘകാലം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മുമ്പ് സമുഷ്ടീകരിച്ച യുറേനിയം ഇസ്ഫഹാനിലേക്ക് മാറ്റിയിരിക്കാമെന്ന സൂചനകളും ഈ കേന്ദ്രത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം കൂടുതൽ ഉയർത്തുന്നു. തുറന്ന ഡാറ്റ, ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ചപ്പോൾ യുദ്ധകാലത്ത് പോലും നിർണായക വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റിസ്ഥാപിക്കാൻ ഇറാൻ കഴിവുള്ളതാണെന്ന് ഈ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. ഇത് വെറും പ്രതിരോധ ശേഷിയല്ല, മറിച്ചൊരു ഡൈനാമിക് വാർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ശത്രുവിന്റെ നീക്കങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു സിസ്റ്റം. ഇസ്ഫഹാൻ നഗരം സൈനിക കേന്ദ്രം എന്നതിലുപരി ഇറാന്റെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ ഹൃദയമാണ്. നക്ഷേ ജഹാൻ സ്ക്വയർ പോലുള്ള ലോകപ്രശസ്ത പൈതൃക കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ നഗരത്തിന്റെ ചരിത്രവും ആധുനിക സാങ്കേതിക ശേഷിയും തമ്മിലുള്ള ഈ സമന്വയം ഇറാന്റെ സമഗ്ര ശക്തി പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ഇസ്ഫഹാനെ ലക്ഷ്യമിടുന്ന ഏതൊരു ആക്രമണവും ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു സിവിലൈസേഷന്റെ മേൽ നടത്തുന്ന സമ്മർദ്ദമായി ഇറാൻ കാണുന്നു. സുരക്ഷാ തലത്തിൽ ഇസ്ഫഹാൻ ഒരു മൾട്ടി ലെയർ ഡിഫൻസ് സോണായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മിസൈൽ സൈറ്റുകൾ, ഡ്രോൺ ഹബ്ബുകൾ, വ്യോമതാവളങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം നേരിട്ടുള്ള ആക്രമണങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക നേരിട്ടുള്ള നുഴഞ്ഞുകയറ്റത്തിന് പകരം ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചെങ്കിലും അവയുടെ പ്രഭാവം പരിമിതമായതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലൂടെ ഒരു പ്രധാന യാഥാർത്ഥ്യം വ്യക്തമാവുകയാണ്. ഇസ്ഫഹാൻ പോലുള്ള ആഴത്തിൽ സംരക്ഷിക്കപ്പെട്ട കേന്ദ്രങ്ങളെ വെറും വ്യോമാക്രമണങ്ങളിലൂടെ തകർക്കുക എന്നത് സാങ്കേതികമായി വളരെ പ്രയാസമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ നശിപ്പിക്കാൻ ഭൂമിയിൽ നിന്നുള്ള നേരിട്ടുള്ള സൈനിക ഇടപെടൽ ആവശ്യമായി വരാം. എന്നാൽ അതാണ് ഏറ്റവും അപകടകരമായ വഴി എന്നതും സൈനിക വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം അതൊരു വ്യാപക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇസ്ഫഹാൻ എന്നത് ഒരു ആണവ കേന്ദ്രം മാത്രമല്ല, അത് ഇറാന്റെ ദീർഘകാല തന്ത്രചിന്തയുടെയും സ്വയംരക്ഷാ ശേഷിയുടെയും സാങ്കേതിക നവീകരണത്തിന്റെയും കരുത്തുറ്റ പ്രതീകമാണ്. ലോകശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കും സൈനികമായ ഭീഷണികൾക്കും ഇടയിലും തകരാതെ നിലനിൽക്കാൻ കഴിയുന്ന ഇത്തരം ഒരു സംവിധാനം ഒരു രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസവും സുസ്ഥിരതയും എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. പുറത്തുനിന്നുള്ള ഭീഷണികളെ അതിജീവിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യമാണ് ഓരോ കോൺക്രീറ്റ് പാളികൾക്കും പിന്നിലുള്ളത്. യുദ്ധഭൂമിയിലെ യഥാർത്ഥ ശക്തി എന്നത് വെറും അത്യാധുനിക ആയുധങ്ങളാൽ മാത്രം നിർണ്ണയിക്കപ്പെടുന്ന ഒന്നല്ലെന്ന് ഇസ്ഫഹാനിലെ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറിച്ച് കൃത്യമായ ആസൂത്രണവും പ്രതികൂല സാഹചര്യങ്ങളിലെ സഹിഷ്ണുതയും ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രങ്ങളുമാണ് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തെ നിർവചിക്കുന്നത്. ശത്രുവിന്റെ പ്രഹരശേഷിയെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീർക്കാനുള്ള ഇറാന്റെ ഈ തന്ത്രപരമായ ദൂരദർശിത്വത്തിന്റെ തെളിവായി ഇസ്ഫഹാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആധുനിക യുദ്ധമുറകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയും ഭൂമിശാസ്ത്രപരമായ സുരക്ഷയും ഒരുമിച്ച് ചേരുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ഇറാന്റെ സ്വാഭിമാനത്തിന്റെ അടയാളങ്ങളാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുമ്പോൾ സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ സന്ധിയില്ലാത്ത പോരാട്ടം വരുംകാല ചരിത്രത്തിൽ നിർണായകമായി അടയാളപ്പെടുത്തും. ഏതൊരു വലിയ വെല്ലുവിളിയെയും മനക്കരുത്തും തന്ത്രപരമായ തയ്യാറെടുപ്പും കൊണ്ട് നേരിടാമെന്ന സന്ദേശമാണ് ഇസ്ഫഹാൻ ലോകത്തിന് നൽകുന്നത്.